ചിക്കനുമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും യാസീം വ്ളോഗ്സിൻ്റെ വീട്ടിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരൊക്കെ പോയിട്ട് വയനാട് വന്നു. നമ്മുടെ യാസീം ബ്രോൻ്റെ വീട്ടിലാണ് ഞാൻ വന്ന് സ്റ്റേ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ യോഗിയും കൂടെ ഉണ്ട്. യാസീം ബ്രോ, സുപ്രഭാതം. എന്തുണ്ട് വിശേഷം? രാവിലെ ബൂട്ടാൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മെയ് നമ്മൾ തെയ്യം കാണാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന് പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ മെയിലെടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിനെ ഒന്ന് പോയി പിക്ക് ചെയ്യണം. പിന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് താമരശ്ശേരി വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. യാസീം ബ്രോൻ്റെ പഴയ ഏതൊക്കെയാണ് വണ്ടി എവിടെ യൂസ് ചെയ്തതാ? അല്ല, എല്ലാം യാത്ര പോയ വണ്ടി തന്നെ. ഇതല്ലേ? ഇത് 200. ഇതെവിടെ പോയത്? ലഡാക്ക് പോയിട്ടുണ്ട്. ഇത് ലഡാക്ക് പോയ വണ്ടി. ഇത് നേപ്പാൾ പോയി. ഇതാണോ മറ്റേ IB ഇന്ത്യൻ നേപ്പാൾ ഭൂട്ടാൻ? അത് ഫായ്സിന്റെ വണ്ടി. ഇത് എവിടെ പോയതാ? നേപ്പാൾ മാത്രം പോയതാ? ഇത് അങ്ങനെ ഒറ്റ ട്രിപ്പിനായിട്ട് പോയല്ല. ഇതിന് ശേഷം എടുത്തതിന് ശേഷം വലിയ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നെ പോവാൻ ബോർഡർ അടിച്ചുകൊണ്ട് മ്യാൻമാർ വരേണ്ടിരുന്നു. പിന്നെ ഫ്ലൈറ്റിലായി. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പുറത്തോട്ട് പോവാണ്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ യാസീം ബ്രോയുടെ വീട്. ഫുള്ള് ഹരിതാപകരും പച്ചപ്പും ഒരു കുന്നിൻ്റെ മുകളിലാണ്. പിന്നെ യാസീം ബ്രോൻ്റെ ഡൂക്ക് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ യാത്ര. അപ്പോൾ ശരി, പാക്കലാം, പോയിട്ട് വരാം. വണ്ടിയിൽ സ്ക്രീനൊന്നും മറക്കാവുന്നില്ല. അപ്പോൾ ശരി, കാണാം. പെട്രോൾ സ്റ്റേഷനിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് ഞാൻ നമ്മുടെ വയനാട് ചുരത്തിലോട്ടാണ് കേട്ടോ ഞാനിവിടെ നിന്ന് പോകുന്നത്. നമ്മുടെ താങ്ക് യു വിസിറ്റ് അഗെയിൻ വയനാടിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ താമരശ്ശേരി ചുരം പോകുന്നത്. ഇങ്ങോട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ ചുരം ഇറങ്ങി നമ്മുടെ കോഴിക്കോട് ഒന്ന് പോകുന്നത്. ഞാനിതിൻ്റെ ഇടയിൽ മെയ്യെ വിളിക്കാൻ വേണ്ടി വന്ന് ചുരത്തിൻ്റെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ നിന്നിട്ടും മെയ്യുടെ ബസ് ഭയങ്കര ലേറ്റ് കേട്ടോ. എനിക്കൊന്ന് ഏതോ ലോക്കൽ ബസ്സിൽ കയറി വന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ ചുരത്തിൻ്റെ അവസാനം വന്ന് നിൽക്കുവാണ് കേട്ടോ. ഇവിടെ നിൽക്കുവാണ് ഞാൻ. പോസ്റ്റ് അടിച്ച് അവിടെ നിന്ന് ലാസ്റ്റ് അവസാനം നമ്മുടെ ചുരമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ താമരശ്ശേരി ചുരം. അപ്പോൾ അവിടെ വന്ന് നിൽക്കുക. മെയ് വന്നു. ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഹൗ ആർ യു? Good. How was your journey? Fun. It's a very slow bus. അങ്ങനെ മെയിനെയും കൂട്ടി ഞാൻ മെയിനെ പിക്ക് ചെയ്തു. മെയിനെയും കൂട്ടി ഞാനിവിടെ ടീ പ്ലാന്റേഷൻ കാണിക്കാൻ വേണ്ടി വന്നതാണ്. How was your journey? Good. I slept all the time. തിരുവനന്തപുരത്ത് ട്രെയിൻ എടുത്ത് വന്ന കേട്ടോ ഇങ്ങോട്ട്. ഞാൻ നമ്മുടെ ടീ പ്ലാന്റേഷൻ്റെ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് യാസീം ബ്രോൻ്റെ അവിടെ പോവാണ്. യാസീം ബ്രോ അവിടെ ആരും എണീറ്റില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആരും എണീറ്റിട്ടില്ല. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ വൈത്തിരിയിലാണ് ഞാനുള്ളത്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ രാവിലെ ടീ പ്ലാന്റേഷൻസ് കാണാനായിട്ട്. അടിപൊളി ഏരിയ കേട്ടോ. ഭയങ്കര പീസ് ആൻഡ് കാമായിട്ടുള്ള ഏരിയ. ഇവിടെ വയനാട് ടീ പ്ലാന്റേഷൻ്റെ അടുത്തുള്ള ബോർഡുകൾ കണ്ടില്ലേ? ബോർഡ് ഫുള്ള് ഹോം സ്റ്റേകള്, റിസോർട്ടുകൾ എല്ലാം ഇതാണ് കേട്ടോ ഇവിടെ വയനാട്. കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ വേണ്ടി വന്ന സ്ഥലത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. കട ക്ലോസ്, നോ ഫുഡ് ഫോർ യു. ഇന്നലെ തൊട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ വ്യൂ. ഇവിടെ ഒരു 360 വ്യൂ. ഇവിടെ ആന വരുന്നതുകൊണ്ടാണ് എല്ലായിടത്തും ഇതുപോലെ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇവിടെ എല്ലായിടത്തും. രാവിലെ തന്നെ വണ്ടി തുടങ്ങേണ്ട അവസ്ഥ വന്നു കേട്ടോ. പെട്രോൾ അടിച്ചതാണ്, പക്ഷേ എന്തോ താഴം വരെ പോയോണ്ടാണെന്ന് തോന്നുന്നു. എൻജിൻ ലീക്ക് ഉണ്ടെന്ന് ഓൾറെഡി ബ്രോ പറഞ്ഞു. എനിക്കൊന്നും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. How are you feeling? I just walking. Let's walk. ഇനി നടന്നേ പണി, വേറെ വഴിയില്ല കേട്ടോ. നമ്മൾ യാസീം ബ്രോൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്.
അവിടെ കുന്നിൻ്റെ മുകളിലിരിക്കുന്ന വീടാണ് കേട്ടോ യാസിൻ ബ്രോൻ്റെ വീട്. ഇതോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ആശാൻ മുകളിലായിട്ട് മലമുകളിൽ. അവിടെ നിന്ന് വീഡിയോ എടുക്കുക. അവിടെ നിന്ന് നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കയറി വരുന്നത്. നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതെന്ത് സാധനം? ഇതല്ലേ മറ്റേ കുഞ്ഞിപ്പത്തിരി മിക്സ് വിത്ത് ബീഫ്, പിന്നെ നെയ്പ്പത്തൽ, പിന്നെ ചിക്കൻ കറി, ചായ, പിന്നെ യാസിൻ ബ്രോന്റെ ഷിങ്കു, അനദർ ചായ. ബ്രോന്റെ പേരെന്താ? സാലിഹ്, ഖദീജ, അസ്മ, നജ്മൽ, സോഫിയ, മെയ്, നിങ്ങളുടെ സ്വന്തം മാഹീൻ. നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള ഒരു പ്ലാനാണ്. ഫുഡ് കഴിക്കട്ടെ ഇനി. ഹായ് പറഞ്ഞോ. ഹായ്. ഇതാണ് കേട്ടോ നമ്മൾ സിംഗുവിന്റെ വാപ്പ. നമ്മളെല്ലാവരും ഇവിടെ കാറിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ കാണാം, ഞാൻ കൊടുക്കാം ഫോണ്. ഹായ് പറയുന്നോ? പോയിട്ട് വരാം കണ്ടോ. ഞാൻ വരും, പോയിട്ട് വരാം. അതെ, അവർ വേറെ കാറിൽ, നമ്മൾ വേറെ കാറിൽ. നമ്മളങ്ങനെ യാത്ര തുടങ്ങുവാണ്. നമ്മളെവിടെയാ പോകുന്നേ? നമ്മൾ തിരുനെല്ലി സൈഡ്. നമ്മൾ തിരുനെല്ലി ഭാഗത്തോട്ടാണ് പോകുന്നത്. സീറ്റ് ബെൽറ്റ് പ്ലീസ്. ഓക്കെ സാർ. ഷുവർ സാർ. താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ നോ സാർ. നമ്മളെല്ലാവരും 2K കിഡ്സ് ആണ്. അതെ, തന്ത വൈബ് മാത്രം. ഓൺലി കാർ ഓടിക്കുന്ന തന്ത വൈബ്. This is തന്ത വൈബ് and we kids, right? അവിടെ 22, 25, 25, ഇവിടെ 32. തന്ത വൈബ്. 1995. അതെ. ഞങ്ങളെല്ലാരും 25 മെയ് 25. സോഫിയ 21. ബേബി സോഫിയ 21, 25. എനിക്കും 25. കലറിയൊക്കെ അവരുണ്ടല്ലോ. നോർത്ത് കേരള സൗത്ത് കേരള ബെസ്റ്റ് ആണെന്നോ? മലബാർ ഏരിയ is good, right? For food, good people, hospitality. മൂപ്പര ജീവന്റെ ജീവൻ എവിടെയാ? കരളിപ്പയറ്റ്. അതെ, കരളിപ്പയറ്റുണ്ടാ? We have everything. ഇത് കുംഫു. പക്ഷെ ഉണ്ടല്ലോ, വയനാട്ടുകാര് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവരിവിടെ ഇങ്ങനെ ആലപ്പുഴയിലൊക്കെ ഇല്ലേ മറ്റേ ഈ ഇടിക്കുന്ന ആലപ്പുഴ ജിംഖാന പടത്തിലൊക്കെ അതിലൊക്കെ കണ്ടിട്ടില്ലേ? അതും അതിലൊക്കെ ഈ ആലപ്പുഴ ആൻഡ് തിരുവനന്തപുരം അത് ഉണ്ട്. യോഗ ആയാലും ലൈക്ക് എന്താ പറയാ കരളിപ്പയറ്റ് അതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെയും അതിനേലും സൂപ്പർ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയും അക്രമില്ല. തിന്നാ ഉറങ്ങുക. പിന്നെ ഒരു വാക്കുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കോഴിക്കോടാണ് കേട്ടോ, മലബാറിലാണ്. കാരണം കുറെ കേരളത്തിന്റെ വലിയ സംസ്കാരങ്ങളെല്ലാം പുറത്തുനിന്ന് വന്നതെല്ലാം കോഴിക്കോടാണ് കേട്ടോ വന്നത്. കോഴിക്കോടാണ് പല നമ്മുടെ സ്പൈസസ് തന്നെ മലബാർ കോസ്റ്റിലാണ് ഉണ്ടായതുപോലെ ഈ നമ്മുടെ കുരുമുളക് അത് ഇത്. അപ്പൊ കേരളത്തില് മലബാർ ഭാഗത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ സംഭവം. നമ്മൾ നമ്മുടെ മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലി ഭാഗത്ത് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ തിരുനെല്ലി പോകുന്ന വഴിയാണ്. ഇവിടെ പോകുന്ന വഴി എല്ലായിടത്തും നമ്മുടെ കോഫി പ്ലാന്റുകളാണ് കേട്ടോ. ഇവിടെ ആന കയറാതിരിക്കാനൊക്കെ അവർ ഇതൊക്കെ ആക്കിയിട്ടൊക്കെയാണ്. നല്ല ഭയങ്കര പീസായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്ന തിരുനെല്ലി ഭാഗങ്ങൾ. അതൊക്കെ അവിടെ കിട്ടും. ഇവിടെ രണ്ടെണ്ണം ഉറങ്ങി കേട്ടോ. നമ്മൾ നെട്രയിലോട്ട് പോവാണ്. നെട്ര എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഗ്രാമ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ മഴയിലൊരു പുഴയിലൊരു മഴ. ഇതാ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി സീനറീസ് കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഫുള്ള് പാടം. അടിപൊളി കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും മനോഹരമാണെന്ന്. നമ്മൾ നമ്മുടെ നെട്ടറ പാലത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നെട്ടറ പാലത്തിന്റെ അവിടെ വണ്ടി ഒതുക്കി. ഇതുകൊണ്ട് അവരെല്ലാരും ഹായ്. വീഡിയോയിലാ ഹായ് പറഞ്ഞോ, കുഴപ്പമില്ല. ഹായ്. ചേട്ടന്റെ പേരെന്താ?
അജയൻ ഇവിടെയാണോ സ്ഥലം? ഞാൻ പാലത്തിന്റെ അപ്പുറം. പാലത്തിന്റെ അപ്പുറം. ആ, ഇത്ര നേരം നമ്മൾ ഇവിടെ ഞാൻ ഈ ഒരു ഏരിയയിൽ കുറേ നാൾക്ക് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മകൾ ഐവ് ഇറങ്ങി വന്നത്. അവരെല്ലാവരും നടന്നു വരുവാണ് കേട്ടോ, ഓരോ ആൾക്കാർ. ഇപ്പം ഒന്ന് ചെരിഞ്ഞാ വീഴും. കൊളാട്ടം ഉണ്ട് കേട്ടോ, കൊളാട്ടം ഉണ്ട്. അത് റിസോർട്ടാ. ഇവിടെ കുറെ ആൾക്കാർ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് പുഴയും നല്ല മനോഹരമായിട്ടുള്ള പുഴയും സ്ഥലങ്ങളും. കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പിക്നിക്കിനായിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇതാ ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല കേട്ടോ. സഞ്ചാരികൾ ഇപ്പോൾ എത്തിത്തുടങ്ങിയുള്ളൂ. എത്തിത്തുടങ്ങുമ്പോൾ ഇവിടെ ഉള്ള ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ എണ്ണവും ഇതൊക്കെ കൂടും. തവള നോക്കിക്കേ, ഫുള്ള് കാട്ടിലൂടെ കാട്ടരുവിയിലൂടെ. എല്ലാരും വരൂ. നല്ല രസമുണ്ട് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. അടുമ്പോ കേട്ടോ ഈ വരുന്ന വഴിയെല്ലാം അവർ ഓട്ടിക്കും കേട്ടോ ഇവിടുന്ന്. അടിപൊളി കേട്ടോ, കുഞ്ഞ് ആട്ടിൻകുട്ടി. അവള് ചിരിക്കുന്ന കണ്ടിട്ട് നമുക്ക് ചിരിക്കാൻ തോന്നുന്നു. യാസീം ബ്രോന്റെ വീട്ടില് പട്ടിയുണ്ട് കേട്ടോ. ആ പട്ടിയെ കൂട്ടിലടച്ചിട്ടിരിക്കണോണ്ട് അവൾക്ക് യാസീം ബ്രോയുടെ അടുത്ത് ദേഷ്യോ. പാവം, എന്തിനാ പട്ടിയെ പിടിച്ച് കൂട്ടിലടച്ചിട്ടിരിക്കുന്നേ? നാണയില്ലേ? ഒരു നമ്മളെ കാട്ടി കൂടെ സ്നേഹം പട്ടിയോടല്ലേ, മൃഗങ്ങളോടാണ്. മനുഷ്യരോടല്ല അല്ലേ? മനുഷ്യന്മാരോടല്ല, മൃഗത്തിനെയാണ് അവര് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. ജംപ്. ഇതുപോലുള്ള ഇതിലൂടെയൊക്കെയാണ് നടന്നു പോകേണ്ടത്. വീണാൽ നമ്മൾ ചറവി വീഴും. ഇവിടെ ഞാൻ വന്ന് മുമ്പ് നീന്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്, കുളിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ്. ഇതൊരു ചെറിയൊരു ചെക്ക് ഡാം പോലെയാണ്. അല്ലാ അവിടെ വിളി. യാസീം ബ്രോ ഇവിടെ മാറ്റൊക്കെ ഇടുവാണ് കേട്ടോ. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങൂല കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു പരിപാടിയില്ല. ഇവിടെ ഇരിക്കും. ദാ ഇതാണ്. ഓ, കുത്തിക്കേറിയാ? കമ്പി അല്ലത്, കമ്പ് കേട്ടോ. എല്ലാവരും വെള്ളത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. സോഫിയ, ആർ യു റെഡി? സോഫിയ ഷാളൊന്നും ഇല്ലാതെ വന്നപ്പം ശിങ്കു പറയാം മൂപ്പർക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാന്നല്ലേ, ടോപ്പ് കൊടുക്കാം. എല്ലാവരും എന്താ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇവിടെ സോഫിയാസ് ദിസ് ഫോർ മീ. ഓക്കെ, എൻ്റെ സ്വന്തം ഹാമോക്ക്. പൊട്ടി വീഴോ അള്ളാഹ്ക്കറിയാം. With all respect, I am going to yes. അടിപൊളി കേട്ടോ, ഹാമോക്കൊക്കെ കെട്ടി. Oh my god. Yes. Oh, thank you so much. Thank you. Thank you. Gracias. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പുഴയുടെ അടുത്ത് വന്നിട്ട് അതുകൊണ്ട് ഇത് ആസ്വദിച്ച് ഇങ്ങനെ കിടക്കാൻ. What's your problem? I don't understand. കല്ലെടുത്ത് സ്റ്റോൺ ഐ വിൽ ത്രോ. മെയ് തണുപ്പുണ്ട്. എനിക്ക് തണുപ്പ് ഇഷ്ടമല്ല. തണുപ്പ് ഇഷ്ടമല്ല? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹീറ്റർ ഓണാക്കാൻ പറയാം. വാ, ഹീറ്റർ ഓണാക്കാം. നമ്മൾ വെള്ളത്തിലോട്ട് പോവാ. എന്തു പറ്റി? വാ യാസീം ബ്രോ, പവറല്ലേ? അവിടെ നല്ല അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടിട്ട് പോവാം, അതാണ് നല്ലത്. നമ്മുടെ ഫോണും സാധനം എല്ലാം ഇവിടെ വെച്ചിരിക്കാം. തണുപ്പുണ്ടോ? മത്സ്യകന്യക നീന്തി കേട്ടോ. മത്സ്യകന്യക This is not waterfall. Yes, കണ്ടില്ലേ? എല്ലാവർക്കും ഞാൻ എന്താ സുഖം, ഇങ്ങനെ തണുപ്പ്. എല്ലാരും കിടന്നു വരൂ. മെയ് വാ വാ വാ.
വാ ഇങ്ങ വാ, യാസീൻ വ്ളോഗ്സ് ഇങ്ങ വാ, കേറ്. മെയ് ചാട് ചാട്. അപ്പം വാ 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 വാ, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുവാണ്. അവിടെ മറിയുന്നു, യോഗ ചെയ്യുന്നു വഴിയിൽ. നമുക്ക് ആർക്കും നീന്താറിനൂടാ. സോഫിയ ഉള്ളതുകൊണ്ട് സോഫിയ പരീക്ഷണത്തിന് ഇതാകണ്ടില്ലേ. മത്സ്യലിയോ പോയി, ഇനി നമുക്ക് പോവാം. വാ മത്സ്യകന്യ. ഇത് മത്സ്യകന്യക. കൊരങ്ങി, നീ കൊരങ്ങി, മണ്ടി, മണ്ടബുദ്ധി, നീ മരമണ്ടി, മരമണ്ടി, കൊരങ്ങി. അമ്മേടെ അടുത്ത് വയ്ക്കാം. അമ്മമ്മേ ഇത് കൊരങ്ങിയല്ലേ? കൊരങ്ങി, 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 മരം, മണ്ടി, മണ്ടി. അമ്മമ്മ പറഞ്ഞു, അമ്മമ്മ എന്നെ പറഞ്ഞു. നാണമില്ലേ, നാണമില്ലേ? കൊരങ്ങി, ചുമ്മാരി കൊരങ്ങി, കൊരങ്ങി, നീ കൊരങ്ങി, നീ കൊരങ്ങി. നിന്റെ ഞാൻ ഒന്നും പറയില്ല കേട്ടാ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, കുറച്ച് ഫ്രൂട്ട്സൊക്കെ എന്നെ കഴിച്ചു. നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. തിരിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോവായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? നോ നോ നോ, യു ആർ നോട്ട് ഹാഫ് മലയാളി. ഓക്കെ, ഗോ 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 ഗോ. എങ്ങനെ വാസ് ഇറ്റ്? ഇറ്റ്സ് ക്രൈസി. പക്ഷേ ഞാൻ ലാസ്റ്റ് വന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വെള്ളമില്ല. പോ തള്ളുന്നോ പിടിച്ച്. ഇവിടെ ചെറുതായിട്ട് നമുക്കിങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ. കാരണം അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്ത സ്ഥലമായതുകൊണ്ട്. പിന്നെ ഇവിടെ കുറച്ച് റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് അവരിവിടെ കുളിക്കാനും ഇങ്ങനെ നടത്തിപ്പിക്കാനൊക്കെ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ചാടാറുണ്ട് കേട്ടോ. ചാടി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടെ രണ്ട് അങ്കിളുമാർ നിന്ന് ചിത്രം വരയ്ക്കുന്ന കാഴ്ചയാണ് കേട്ടോ. നോക്കി പുഴ വരയ്ക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് ചാടണം കേട്ടോ. ഓ, മെയ് ജമ്പ് ചെയ്തില്ല. മോശം, മോശം മെയ്, മോശം, വളരെ മോശം. കളരി എവിടെ? കളരി പോയാ? ചാടണം. യെസ്, ജമ്പ്. അല്ലോ, ഓക്കെ. ഈ നെട്ര ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന ഈ ഒരു മലനിരകളില്ലേ, അതിൻ്റെ അപ്പുറമാണ് കേട്ടോ നമ്മുടെ കർണാടക കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഉള്ളൊരു ക്ഷേത്രമൊക്കെ വരുന്നത്. പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം. ഇതുവഴി അങ്ങനെ അപ്പുറത്ത് ഒരു മെയിൻ റോഡുണ്ട് കാട്ടിക്കൂടെ. അത് കഴിഞ്ഞ് നേരെ അവിടെ പോയ ഉണ്ണിയപ്പക്കടയാണ്. ഇവിടുത്തെ തിരുനെല്ലിയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള അമ്പലത്തിലോട്ട് വന്നതാണ്. ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര്. ഓം നമോ നാരായണ. ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു. ഇതിൻ്റെ അകത്ത് കുറച്ച് സേക്രഡ് ആയിട്ടുള്ള പോണ്ടുകൾ, കാട്ടിൻ്റെ അകത്ത് കുറച്ച് ചെറിയ ചെറിയ വിഗ്രഹാരാധന നടത്തുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇവിടെ അമ്പലത്തിലൊക്കെ പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ലോഡ്ജുകൾ, ഹോട്ടലുകൾ. ഇവിടെ അവരെന്തോ പണിയാണ് ആ കാണുന്ന ബിൽഡിങ്ങിൽ. അവരുടെ വണ്ടിയും ഇതാ ഇവിടെ എത്തി. ഇവിടെ ക്ഷേത്രത്തിലോട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ഇതല്ല, ഈ കാട്ടിൻ്റെ അകത്തൂടെ കുറച്ച് നടന്നു പോകുന്ന ഭാഗങ്ങളാണ് കൂടുതൽ മനോഹരം. പഴയ കുറേ പില്ലറുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ ഓരോ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി പൈസ കൊടുക്കുന്ന ഓഫീസും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഫുള്ള് മലകളിൽ. ഈ മലയുടെ അപ്പുറത്ത് കർണാടക. നല്ല രസമുള്ള അമ്പലം കേട്ടോ. അവരിവിടെ റിനോവേഷനും പരിപാടികളൊക്കെ നടത്തുവാണ്. ഇതാ എനിക്കത് നമ്മുടെ കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് വരാനായിട്ടുള്ള ഒരു ഇതാണ്. കണ്ടില്ലേ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് വെള്ളം പോകുന്ന ഒരു സംഭരണി. നല്ല രസമുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു അക്വാഡക്റ്റ് പോലത്തുള്ള മാതൃകയാണ്. പഴയ കാലത്തോട്ടുള്ള നിർമ്മിതി കേട്ടോ. അവരിതുപോലെ തന്നെ ഈ
നമ്മുടെ അമ്പലത്തിന് ചുറ്റും ഇതുപോലെ പുതുത് നിർമ്മിക്കും കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായിരിക്കും അമ്പലം കാണാൻ. ഈ ഒരു വിഷ്ണു ക്ഷേത്രം നമ്മുടെ സദേൺ കാശി എന്നും അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ തിരുനെല്ലി എന്ന് പറയുന്നത് വാക്ക്, ഇപ്പം നെല്ലി എന്ന് പറയുന്നത് അല്ല, തിരു എന്ന് പറയുന്നത് തമിഴോ മലയാളം വാക്ക്, പഴയ ഗൂസ്ബെറി എന്നുള്ള അതല്ല, നെല്ലി, ഗൂസ്ബെറിയുടെ ഇതാണ് കേട്ടോ നെല്ലി എന്ന് പറയുന്നത്. നമ്മുടെ ബ്രഹ്മയില്ലേ, അതായത് നമ്മുടെ ദൈവത്തിനെ ക്രിയേറ്റ് ചെയ്ത ബ്രഹ്മ മുമ്പ് ഇതുവഴി യാത്ര ചെയ്തപ്പോൾ നമ്മുടെ ഒരു വിഷ്ണുവിനെ പോലുള്ള ആരോ ഇവിടെ എന്താ പറയുക റെസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അങ്ങനെ പിന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെ ഒരു ഐഡൽ ഇവിടെ സ്ഥാപിച്ചു. അങ്ങനെ ഒരു ഐതിഹ്യം കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചെന്ന അക്വാഡറ്റ്, ഭയങ്കര പഴക്കമുള്ള അക്വാഡറ്റ് ആണ്. ഇതൊരു കേരള സ്റ്റൈല് ഒരു ക്ഷേത്രമാണ്. ഇവിടെ നമ്മുടെ പാപനാശം അങ്ങനത്തെ സംഭവമുണ്ട്. സേക്രഡ് ആയിട്ടുള്ള ഒരു ചെറിയ കുളമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ നടന്നു പോകാം കേട്ടോ. അത്യാവശ്യം ആളുകൾ വരുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ ഇവിടെ കുറേ കച്ചവട സ്ഥലങ്ങളും ആ കാണുന്ന ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ക്ഷേത്രക്കുളമാണ് കേട്ടോ. അവിടെ ആയിട്ട് ഓരോ പടവുകൾക്കും ഓരോ ആളുകൾ കൊടുത്തതാണ്. ഇത് ഭാർഗവി ചന്ദ്രശേഖർ കാട്ടിക്കുളം അവർ കൊടുത്തതാണ്. അത് രായണി അമ്മയുടെ സ്മരണയ്ക്ക് മകൻ കൃഷ്ണൻകുട്ടി നായർ അരിമ്പൂർ കൊടുത്തതാണ് കേട്ടോ. ഓരോ ആളുകളുടെ കോൺട്രിബ്യൂഷൻ അവരിവിടെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാ PC ഗോവിന്ദൻ നമ്പ്യാർ സ്മരണയ്ക്ക് മക്കൾ OT ബ്രദേഴ്സ് കൊടുത്ത ഒരു സംഭവം. ഒരു നല്ലൊരു ഫെസിലിറ്റേഷൻ സെന്റർ ഇവിടെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ മുഹമ്മദ് റിയാസ്, നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി, പുള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത്. കേരള ടൂറിസത്തിന്റെ അണ്ടറിൽ ചെയ്തതാണ് കേട്ടോ. അടിപൊളി കേട്ടോ. ഈ സ്ഥലം ഭയങ്കര മനോഹരം, ആളുകൾക്ക് വരാനും പറ്റിയ സ്ഥലം. എന്താണ്ട് നമ്മുടെ കക്കൂസ്, കുളിമുറി എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ മുന്നോട്ട് നീണ്ടും നടക്കുവാണ് കേട്ടോ. ബാർഗൈൻ 150. ചേച്ചി ഒരു തരം പറ. 120. പറ 130. ഓ ചേച്ചി കലിപ്പില്ല. സാധനം 130 രൂപ അല്ല 180 രൂപയ്ക്കല്ലേ? 180 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. 200 രൂപ കൊടുത്തു. നമ്മളെ പൂക്കി കളിയാക്കിട്ട് 90s പൂക്കി. നല്ല അടിപൊളി സ്ഥലം. ഇവിടെ ഈ കാണുന്ന സ്റ്റെപ്പ് കയറി പോകുന്നത് നമ്മുടെ പാപനാശിനിയിലോട്ടും, ഈ കാണുന്നത് ഇവിടുത്തെ വേറൊരു ചെറിയ കല്ലുകൾ വെച്ച് പൊക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക, കല്ലുകൾ പറക്കി വെക്കാതെ ഇരിക്കും, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു കല്ലുകൾ പൊക്കി വെച്ച ഒരു ക്ഷേത്രം എന്നാണ് വിചാരിച്ചത്. ആളുകളൊക്കെ കാട്ടിൽ നിന്ന് വിറക് പറിച്ചിട്ട് പോവുകയാണ് കേട്ടോ. കല്ലുകൾ പറക്കി വെക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് വിപരീതമായിട്ട് ആളുകളെല്ലാം വന്നിട്ട് കല്ലുകൾ പറക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു കാവ് പോലെയാണ് കേട്ടോ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ പാപനാശിനി വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇവിടെ പ്രൊഹിബിറ്റഡ് ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് ഇതെന്തെങ്കിലും കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് കാണിച്ചു തരുന്നത്. ഇതാണ് ഇവിടുത്തെ പാപനാശിനി ഫോറസ്റ്റ് ലാൻഡോ. തിരിച്ചു പോവാണ്. ആനകളൊക്കെ പോകുന്ന വഴിയാണ്. ഇതുവഴി അന്ന് പോയപ്പോഴാണ് കുറെ ആനകളെ കണ്ടത് കേട്ടോ. തിരുനെല്ലിന്ന് പോകുന്ന വഴി ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഉണ്ണിയപ്പക്കട. അങ്കിളിന്റെ ആണോ കട? പ്രസിദ്ധമാണല്ലേ ഓൾറെഡി. പേരെന്താ ചേട്ടന്റെ? ബിജീഷ്. ചേട്ടൻ തുടങ്ങിയതാണോ? അങ്കിൾ തുടങ്ങിയ, അങ്കിളിന്റെ അച്ഛൻ തുടങ്ങിയത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇതാണല്ലേ. ഓ കൊട്ടയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം. ഒരു ഉണ്ണിയപ്പത്തിന് 8 രൂപ പാക്കറ്റായിട്ടും ഇവിടെ കൊടുക്കും. ഇഡ്ഡലി ഉണ്ട് കേട്ടോ ഇവിടെ. ഉണ്ണിയപ്പം എന്താ ഇഡ്ഡലി ഉണ്ട്. നമ്മുടെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് റേഞ്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫൈന് 2000 രൂപ. കാട്ടില് വേസ്റ്റ് ഒന്നും നിക്ഷേപിക്കരുതെന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ വേസ്റ്റ് നോക്കിയാൽ വേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നു? നീ എന്തിനോ പറഞ്ഞ അപ്പൊ അത് തിരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എന്താ പറയുന്ന ചോദിക്കുന്നത്. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുമാരാണ്. ഓ ഇവിടത്തെ ഇപ്പൊ പണിയും കഴിഞ്ഞ് തന്നെ ഇവിടെ ചന്ന ഉളച്ചിന്റെ പണിയും തീർന്ന് ഞാനിവിടെ ചന്ന നിന്റുപോയി
പണി തീർന്ന് കാരണം 400 ശതമാനം നിന്റെ വൈ ഞാൻ അല്ല ഞാൻ മലയാളിയാ. ഇന്ത്യനല്ല, ഇന്ത്യൻ ഇത് മലയാളത്തിൽ തർമ്മം ചെയ്യുന്നതാണ്. ആദിവാസിയുള്ള വാക്ക് ഞാൻ മലയാളത്തിൽ തർമ്മം ചെയ്യുന്നതാണ്. തർജിമ ಗೊತ್ತಾಯ್ತಾ ಏನೇನೋ ಗೊತ್ತಾನೆ ಗೊತ್ತಾಯ್ತಿಲ್ಲ. ಕನ್ನಡ ಬರ್ತಾ ಇಲ್ಲ, ಇದು ಕನ್ನಡ ಬರ್ತಾ ಇಲ್ಲ. മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മള് ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തിരിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എന്താ പറയുന്നതെന്നാ ചോദിക്കുന്നത്. ഞങ്ങളെ 12 സേർക്കൊള്ളുന്നതിന്റെ പേര് പറഞ്ഞപ്പോ ഉണ്ടായിപ്പോയി. ശരി ശരി. അതാ ഏതാ? അത് ഭാര്യ. അവര് ഭാര്യ ഭർത്താവ്. അവര് കൽപ്പറ്റക്കാരാ. ഞാൻ തന്നെ ഞാൻ നേരത്തെ വന്നിന് മലപ്പുറക്കാരെ വന്നിട്ട് ഇവിടെ ചോദിക്കുക വയനാട് എവിടെയാന്ന്. ഞാൻ പറഞ്ഞു മലപ്പുറത്തിന്റെ അപ്പുറമാണ്. ഇവിടെ വന്ന് ചോദിക്കാം വയനാട് എവിടെയാന്ന്. ഞാൻ പറഞ്ഞു മലപ്പുറത്തിന്റെ അപ്പുറമാന്ന്. ഞങ്ങള് ഉത്തരേന്ത്യ പോയിട്ടുണ്ടോ? ക്യാ വരുന്നു ഇടയ്ക്ക്. ഉത്തര ഇന്ത്യ. ഉത്തരം കിട്ടിയിട്ടാണ് ഇന്ത്യ ഉണ്ടായത്. ഓ അങ്ങനെയാണല്ലേ? ഉത്തരം കിട്ടിയിട്ടാണ് ഇന്ത്യ ഉണ്ടായത്. ಗೊತ್ತಾಯ್ತಾ? ಗೊತ್ತಾಯ್ತಿಲ್ಲ. ಬೆಣ್ಣಿಲಿ ಪೆಚ್ಚದ ಕೊಂಡು ഞാൻ ಬೆಳಕಾയി പോയി. പാല് പറ്റുന്നു ഞാൻ IS കുഞ്ഞാ പേരെന്താ? മാഹിൻ. മനുഷ്യൻ. വീട്ടിൽ ഉമ്മ വാപ്പ ചേച്ചി. നിങ്ങള് അങ്കിളുടെ ഭാഷയിൽ ഒരു ബൈ പറ. ഹിന്ദിയിൽ പറയല്ലോ. അല്ല ഞാൻ നീ നേരത്തെ പറഞ്ഞത് കൊണ്ട് ഒരു തമാശ വെടിവിട്ടതാണ്. നമ്മള് വയനാട്ടുകാരനാണ്. നമ്മള് വെടിവിട്ടത് നമ്മുടെ നാട്ടിൽ വളവിട്ടതെന്ന് പറയും. അത് തമിഴ് പറഞ്ഞതാ. ശരി, താങ്ക് യു കേട്ടോ, നന്ദി. പാക്കലാം, കാണാം കേട്ടോ, വരും കേട്ടോ, ഇനി മറക്കല്ലും. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പക്കടയിൽ നിന്ന് പോകുകയാണ്. തിരിച്ച് കൽപ്പറ്റ വന്നു. സോഫി കുട്ടി, യു ഗോയിങ്? യു ലിവിങ് മീ? Finally. Feels so good. I will be so happy. I am very happy because മാമ പുകയ്ക്ക് പിടിക്കുന്നു. No more violation. No more violation. I am very happy and I am free of this world. അങ്ങനെ സോഫിക്ക് ബസ്സിൽ കയറ്റി വിടുകയാണ് കേട്ടോ. I am gonna happy. I'm gonna enjoying my life without you. I'm gonna enjoy my life without you. We will see soon, okay? സോഫി വർക്കലയിലോട്ട് പോവാണ് കേട്ടോ. ടാറ്റാ. സോഫിയ ബസ്സിൽ കയറ്റി വിടുവാണ്. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. എല്ലാവർക്കും ടാറ്റ, എനിക്ക് മാത്രം ഫക്ക്. അവിടെ പോവാതെ നോക്കിയിരിക്കുവാണ് കേട്ടോ. അവസാനം നമ്മുടെ ബസ് എടുത്തു, ഫ്രണ്ടിലിരിക്കുവാണ് കേട്ടോ. പോയി പറകിൽ കിടക്കൂ പെണ്ണേ. ടാറ്റാ. നമ്മുടെ യാസിം വ്ലോഗ്സിനെ പറഞ്ഞു. ബ്രോ ഹായ് പറയും. പേരെന്താ? ഇത് നിതിൻ ബ്രോ. യാസിം ബ്രോ എന്റെ കൂട്ടുകാരനാണ്. നമ്മളിവിടെ ബസ് സ്റ്റോപ്പിന് പുള്ളിക്കാരൻ്റെ ഇവിടുത്തെ മെൻസ് സ്റ്റോപ്പാണ് കേട്ടോ. യാസിം ബ്രോ അവർക്ക് ഇത് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിട പറയാൻ വേണ്ട. യാസിം ബ്രോ എല്ലാത്തിനും നന്ദിയുണ്ടേ. ബസ് കയറ്റിട്ട് വിട്ടാ മതി. ആൻഡ് ഷിങ്കു എല്ലാത്തിനും നന്ദി. നമ്മൾ പോണേ. ടാറ്റാ. എപ്പി ബ്രോ ഒരു ഹായ് പറയോ? ഇത് എപ്പി ബ്രോ. ഞാനിവിടെ പറയായിരുന്നു യുവർ മദർ മലയാളി, അച്ഛൻ ജപ്പാനി, അമ്മ മലയാളി, യു എരപ്പാളി അല്ലേ? എരപ്പാളി റൈറ്റ്? അതെ അതെ, കണ്ടില്ലേ, എരപ്പാളി കേട്ടോ. അങ്ങനെ ഞാൻ യാസിം ബ്രോന്റെ അവിടെ നിന്ന് വിട പറഞ്ഞു ഇറങ്ങി. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സോഫിയെ വിട പറഞ്ഞു. സോഫിയെ കയറ്റി എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് വിട്ടത്. കാരണം സോഫിയ വിഭാസന കോഴ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. വിഭാസന എന്ന് പറയുമ്പോൾ 10 ദിവസത്തെ നോൺ സ്പീക്കിംഗ്, ആരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഐ കോണ്ടാക്ട് പോലും പറ്റാതെ വെറുതെ 10 ദിവസം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ വേറൊരു സ്റ്റേജിൽ കാര്യങ്ങൾ ചിലപ്പം മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ വിഭാസന എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടി ഇവിടെ തൊട്ടടുത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 10 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞയച്ചു. സോഫിയെ പോയി. സോഫി
സോഫിക്കും വിഷമായി, എനിക്കും വിഷമായി, എല്ലാവർക്കും വിഷമായി. നമ്മൾ നല്ല ക്ലോസ് ആയി. പിന്നെ യാസീം ബ്രോൻ്റെ വൈഫ്, അവിടെ യാസീം ബ്രോൻ്റെ വൈഫിനെ എനിക്ക് പരിചയമില്ലായിരുന്നു. യാസീം ബ്രോനെ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി അവളം ഷിങ്കു എന്നാണ് വിളിക്കുന്നത്. ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. മാത്രമല്ല എൻ്റെ ഫ്രണ്ട് സോഫിയ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് മെയിന എല്ലാവരും നല്ല കെയറിങ് ആയിരുന്നു കേട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് ഞാൻ യാസീം ബ്രോയുടെ അടുത്ത് പറയണമെന്ന് തോന്നി. യാസീം ബ്രോൻ്റെ ഡബിൾ സ്നേഹം ഷിങ്കുവിന് നമ്മളെല്ലാവരുടെ അടുത്തും ഉണ്ടെന്ന് പറയാൻ വേണ്ടി മറന്നുപോയി. ചുമ്മാ അങ്ങനെയല്ല കേട്ടോ. അവർ നല്ലപോലെ ട്രീറ്റ് ചെയ്തു, നല്ല ഇതായിരുന്നു. അവർ എക്സ്പെക്ട് ചെയ്തത് ഞാൻ 2 ദിവസമെങ്കിലും അവിടെ നിൽക്കും എന്നാണ്. പക്ഷെ ഞാൻ ആക്ച്വലി മനസ്സിൽ കണ്ടത് ഒന്ന് അവിടെ പോയിട്ട് സ്കിപ്പ് ചെയ്ത് പോകാനായിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം അവിടെ നിന്നു. പിന്നെ 2ാമത്തെ ദിവസം നിൽക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും പോയിട്ട് അവരോടൊക്കെ നിൽക്കണം. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.